ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് പറയൽ ഫിഷ് ചുക്ക എന്നാണ്. ചിക്കൻ ചുക്ക എന്നൊക്കെ പറയും പോലെ ഫിഷ് ചുക്കയാണ്. അപ്പോൾ ഞാൻ ആ മീൻ ഒരു കഷ്ണ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പേദറിൻ്റെ മീൻ. അപ്പോൾ അതൊന്ന് മസാല കൂട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മസാല കൂട്ടിയിട്ട് മീൻ ഇതിലിട്ടിട്ട് കൂട്ടി വെക്കാം. നമ്മൾ ഈ വെളിച്ചെണ്ണയാണ് ഞാനിതിന് കൂട്ടാടുത്തിട്ടുള്ളത്. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ പിന്നെ ഇത് മീൻ വെക്കാനും ഉപയോഗിക്കണം. വെളിച്ചെണ്ണ കൂട്ടി ഓയിലിൽ പൊരിച്ചെടുത്താൽ പതഞ്ഞ് വരും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് വെച്ചാൽ അതിന്മേലൊക്കെ പിന്നെ മസാലയൊക്കെ പിടിക്കും. അപ്പം ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കൊത്തി അരിയണം. ഈ ചോപ്പറിലിട്ടിട്ട് ഇതാക്കിയാലും കുഴപ്പമില്ല, അതിന് ചെറുതാക്കി അരിയണം. അതുപോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചെറുതാക്കി കൊത്തി അരിയണം. തക്കാളി അരിയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കാനുള്ളതാണ്. ഞാൻ ഇൻഡാലിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ മീൻ പൊരിച്ചിട്ടാണ് ഞാൻ അതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ ഈ ചട്ടി എടുത്തത്. മണ്ണിൻ്റെ ചട്ടിയിലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്ന, പിന്നെ ഞാൻ ഈ എണ്ണ കളയേണ്ട എഴുതിയിട്ട് അതിൽ തന്നെ ഉണ്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളി തോല് പൊളിക്കാതെ ഒരു 3 വെളുത്തുള്ളിൻ്റെ അല്ലി, കുറച്ച് കരിവേപ്പ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ടി വെച്ച മീൻ ഇതിലേക്കിട്ട് പൊരിച്ച് കോരാം. ഇത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഞാൻ ഇത് ആദ്യമായിട്ട് കഴിച്ചത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് പിറ്റേന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പം ജ്യേഷ്ഠത്തി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റെസിപ്പിയൊക്കെ അവളോട് ചോദിച്ചറിഞ്ഞ് അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കണം വിചാരിക്കും, അപ്പോഴാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണിത്. അപ്പോൾ മീനൊക്കെ ഇവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇത് ഫുള്ള് വേഗ് ആവണ്ട, ഒരു ഹാഫ് വേഗ് ആയാൽ മതി. പിന്നെ നമ്മൾ കറിയിൽ കിടന്നിട്ട് വേണ്ടതാണ്. അപ്പോൾ ഞാൻ ആ എണ്ണയിലേക്കാണ് ഇനി ഉലുവി, കടുകും കറിവേപ്പും പൊട്ടിച്ചെടുക്കുന്നത്. ഈ എണ്ണ ഒന്നും പിന്നെ ആയിട്ടില്ല, നമ്മൾ ആ വെളുത്തുള്ളി ഇട്ടുകൊണ്ട് മീൻ ഒന്നും അടി പിടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു ടിപ്പ് പരീക്ഷിക്കുക. അനുജ ബിജോ ഈ വ്ളോഗിൻ്റെ ഒരു റെസിപ്പിയിലുള്ളതാണ്. താങ്ക് യു അനുജ, നല്ല ഉപകാരമുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ കടുകൊക്കെ വറുത്ത് ഇതിലേക്ക് ഉള്ളി ചെറുതായി കഷ്ണം മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എത്രത്തോളം നമുക്ക് പിന്നെ അത് വഴറ്റിയെടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ വേവിച്ചെടുക്കാൻ കഴിയും, എത്രത്തോളം വഴറ്റണം ഏറ്റവും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിലേക്ക് പിന്നെ ചെറുതായി കൊത്തിയരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ പൊരിച്ച എണ്ണ തന്നെ ആയിട്ട് എണ്ണയിലാണ് ഇത് വറുത്ത് കോരുന്നത്, വഴറ്റണത്. അപ്പം അത് ആ എണ്ണയിലുണ്ടാവും എരിവും അതൊക്കെ. അപ്പോൾ അതും ഈ ഒരു ഇതിലേക്ക് പിടിക്കും. ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഉപ്പിടേണ്ട ആവശ്യമില്ല, മീനിൽ ഉപ്പിട്ട് പൊരിച്ചതായതുകൊണ്ട് ഉപ്പുണ്ടാവും. ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂണിന് 1 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എരിവുള്ളതായതുകൊണ്ട് മുളക് ഇത് നല്ല എരിവുള്ള മുളകാണ്. ഞാൻ കാശ്മീരി മുളകും മറ്റേ മുളകും കൂടി കൂട്ടി പൊടിപ്പിച്ചതാണ്. അപ്പോൾ അതിന് നല്ല എരിവുണ്ട്, കളറുണ്ട്. അപ്പോൾ അല്പം ഇട്ടാൽ മതി. അപ്പോൾ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് തീയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഞാൻ റോക്കറ്റ് അടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്, പുറത്ത് തന്നെയാണ്. അപ്പോൾ ഈ റോക്കറ്റ് അടുപ്പ് ഞാൻ ആദ്യം വെച്ചവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചുമരിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ചുമര് പൊടിച്ചപ്പോൾ ഞാനിതൊന്ന് മാറ്റിയാണ്. ഇത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു മീൻകറി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ഇത് കഷ്ണമീൻ എന്ന് മാത്രമല്ല എല്ലാ മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷേ കഷ്ണമീനാകുമ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ഭംഗി ഇതൊക്കെ കഷ്ണമീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം, മത്തി വെച്ചും അയില വെച്ചൊക്കെ ഉണ്ടാക്കാം. ഏത് സൈസാണെങ്കിലും കുഴപ്പമില്ല, മസാല ഇതേപോലെ ആയാൽ മതി. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ
കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. നാടൻ കുടംപുളിയാണ്, ചെറിയ ചെറിയ കുടംപുളിയാണ്, പക്ഷെ നല്ല പുളിയാണ്. അപ്പോൾ ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്നേ ഇട്ട് കൊടുക്കാഞ്ഞത് ഈ കുടംപുളി പുളി തട്ടിയാൽ ഈ ഉള്ളിയൊന്നും അത്ര പെട്ടെന്ന് വെന്ത് കിട്ടൂല, അതിനാണ് ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വെന്തു, കുടംപുളി ഒന്ന് തിളച്ചു. അതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വെള്ളമുള്ള ഒരു ഫിഷ് ചുക്കയല്ല, വെള്ളമില്ലാതെ ഇങ്ങനെ വരട്ടിയ മാതിരിയാണ് ഈ ഫിഷ് ചുക്ക. അതാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് പുളിയൊക്കെ ആയി വരാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് പുളിയൊക്കെ നന്നായി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ മീൻ പൊരിച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും മൂടി വെച്ചിട്ടാണ് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇത് ഇനി അധികം വേകാനില്ല, എന്നാലും ആ മീനിലൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ എല്ലാം ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇതപ്പോൾ കണ്ട നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് എന്ത് ഭംഗിയാണ് കാണാൻ. ആ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും അതുപോലെ കപ്പയും മീൻകറിയും ഒന്നാം തരം കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ഇതേപോലെയാണ്. കുറേ വെള്ളം ഉണ്ടായാൽ ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിരുന്നൊരു പൂരിൻ്റെ റെസിപ്പി, അതിൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ ഇതിലിടുന്നുണ്ട്.